afternoon, children. So today we are going to learn about movement in space. Okay, so we have studied about solar system, birth of stars. So now we are going to learn about movement in space. So we have studied about what is the influence of gravity that makes and planet to orbit around the sun. അല്ലേ, ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കാരണമാണ് എല്ലാ പ്ലാനറ്റ്സും എർത്തിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. ആ ഒരു സർക്കുലർ പാത്ത് വരുന്നതിന് ഇറ്റ് ഇസ് ഡ്യൂ ടു ഗ്രാവിറ്റി. ബിക്കോസ് ഗ്രാവിറ്റി മേക്സ് എവറി പ്ലാനറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ സൺ. അല്ലേ, ആ ഒരു അട്രാക്ഷൻ കാരണമാണ് ഇറ്റ് ഇസ് ഓർബിറ്റിംഗ് ലൈക്ക് ദിസ്. So in this session we will learn about what keeps a planet in orbit around the sun and understand why planets move at the different speeds. Discover why objects move in the space do not slow down as they do on the earth. Earthine pole എന്തുകൊണ്ടാണ് വേറെ ഔട്ടർ സ്പേസിൽ സ്ലോ ഡൗൺ ചെയ്യാത്തത്? ആൻഡ് യു നോ ദി ഓർഡർ അല്ലേ, നമുക്കറിയാം. അതേപോലെ നമ്മളുടെ നെയിം ദി ഒബ്ജക്ട് ദാറ്റ് ഓർബിറ്റ് ദ എർത്ത്. എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന ഇതെന്താ? മൂണാണ് എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ഈസ് in section 3.1 we saw that objects with more mass have more gravity. So in the solar system sun is having more mass, so it is having more gravity. So sun is the object with the largest mass in the solar system. The mass of sun is how much times? 3,30,000 times greater than the mass of earth. In fact, mass of the sun is more than the mass of all other planets added together. The strength of the gravity on earth is 10 Newton per kg and on the sun is 270 Newton. അപ്പോൾ ഗ്രാവിറ്റി സണ്ണിൽ എത്രയാണ്? 270 Newton per kg ആണ്. സോ ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഇസ് വെരി ഹൈ. സോ സൺസ് ഗ്രാവിറ്റി, അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോയിൽ ഇട്ടാൽ തന്നെ അറിയാം 270 and 10. So it is 27 times. Sun gravity is 27 times greater than the earth gravity. So it will be larger. The sun's gravity is 27 times greater than the earth gravity. It holds all the planets in their orbit. The sun gravity gets weaker as the distance from the sun increases. അതായത് ഇപ്പോൾ നമുക്കൊരു പ്ലാനറ്റ് സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സൺ സെൻറ്ററിലാണ്, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോരോ പ്ലാനറ്റ്സ് ഉണ്ടാവും. So as the distance from the sun increases, what happens? This gravitational field strength decreases. Okay, as the distance from the sun increases, this gravitational field strength decreases. It holds all planets in their orbit. The sun gravity get weaker as the distance from the sun increases. The planet Neptune is 30 times further from the sun than Earth. So the mass of Neptune is about 17 times the mass of the Earth. So although the sun's gravity weaker, it is strong enough to hold the Neptune in the orbit. Even though ഇപ്പം നമുക്കറിയാം ഇവിടെയാണ് എർത്ത് ഉണ്ടെങ്കിൽ എർത്തിനെക്കാട്ടിലും ദൂരത്ത്, ഇത് സണ്ണാക്കി എടുത്തു കഴിഞ്ഞാൽ എർത്തിനെക്കാട്ടിലും ദൂരത്താണ് നെപ്റ്റ്യൂൺ ഇരിക്കുന്നത്. പക്ഷേ ഈവൻ ദോ ഡിസ്റ്റൻസ് കൂടുതലാവുമ്പോൾ നമുക്കറിയാം അവിടെ ഗ്രാവിറ്റി കുറയും. പക്ഷെ ഗ്രാവിറ്റി കുറഞ്ഞാലും എർത്തിനെക്കാട്ടിലും ആർക്കും മാസ് കൂടുതലാണ്? നെപ്റ്റ്യൂണിന് മാസ് കൂടുതലാവുന്നത് കൊണ്ട് അവിടെ മാസ്, നമുക്കറിയാം 2 ഫാക്ടേഴ്സാണ് ഗ്രാവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന് മാസ്, രണ്ടാമത്തത് ഡിസ്റ്റൻസ്. ആസ് എ മാസ് ഇൻക്രീസസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. ആസ് എ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. മാസ് കൂടുമ്പം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് കുറയും. സോ ഇവിടെ ഡിസ്റ്റൻസ് കൂടുതൽ കാരണം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് കുറയും. പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ അവിടെ എന്തുണ്ട്? മാസ് ഉണ്ട്. നെപ്റ്റ്യൂണിന് മാസ് കൂടുതലാണ്. സോ നെപ്റ്റ്യൂണിന് മാസ് കൂടുതലാവുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ മാസ് കൂടുതലാവുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കാരണം കുറയുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് വിൽ ബി corrected and it will be strong enough to hold or orbit around the sun. Okay, so that is even so although the sun's gravity gets weaker, it is strong enough to hold the Neptune's orbit, the mass. Okay, അവിടെ മാസ് ആണ് അവിടെ. പിന്നെ അപ്പോൾ മാസും ഡിസ്റ്റൻസും ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് ഇസ് പ്രൊപ്പോർഷണൽ ടു മാസ്. മാസ് കൂടിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റി കൂടും, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റി കുറയും. അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയുന്നത്. ഡിസ്റ്റൻസ് കൂടിയാൽ ഗ്രാവിറ്റി കുറയും, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റി കുറയും.
Okay, so orbit of planets. The orbit of planets include the Earth are almost circular. Circular means in the shape of a circle, because due to gravity there is an attraction towards the center. So what happens, it will be moving around in a circle. So to keep any object move in a circle, there need a force to cause them to turn. So ഇവിടെ ഏത് ഫോഴ്സ് ആണ് റീസൺ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. The diagram shows how the force of gravity acts on a planet to keep it in orbit. The force of gravity from the sun acts on the planet always act towards the center. Okay, so if this force does not act, the planet would travel off in a straight line into the space. ഇപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എല്ലാ പോയിന്റിലും ഇറ്റ് ഇസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. അതില്ലായിരുന്നെങ്കിൽ പ്ലാനറ്റ് ഇങ്ങനെ പോയേനെ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഓർബിറ്റൽ പാത്ത് വരുന്നത്. ക്ലിയർ? So Mercury, which is closest to the planet to the sun, has the strongest pull from the sun's gravity. This causes a Mercury to orbit with a high speed. അതായത് ഇപ്പോൾ ഏറ്റവും അടുത്ത് സണ്ണിൻ്റെ ഏറ്റവും അടുത്താണ് ആര് നിൽക്കുന്നത്? മെർക്കുറി നിൽക്കുന്നത്. സോ അതിന് ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുതലായിരിക്കും. സോ ഈ പുള്ള് കാരണം തന്നെ അത് കുറച്ചും കൂടെ ക്ലോസ്ഡ് സർക്കുലർ പാത്ത് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലോസസ്റ്റ് ടു വാട്ട് ഇത് മെർക്കുറി ആണ്. ഇറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു ദ സൺ. സോ സ്ട്രോങ്ങസ്റ്റ് പുള്ള് ഉണ്ടാവും. സോ അതിൻ്റെ സർക്കുലർ എന്താ റേഡിയസ് കുറവാണ്. സോ ഇറ്റ് വിൽ ബി മൂവിങ് ഫാസ്റ്റർ. സോ ദിസ് കോസസ് എ മെർക്കുറി ടു ഓർബിറ്റ് വിത്ത് ഹയർ സ്പീഡ് ഓഫ് ഓൾ പ്ലാനറ്റ്സ്, ആൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് മെർക്കുറി അറൌണ്ട് ദ സൺ ഇസ് 1,70,000 kilometers per hour. The average speed of the earth around the sun is how much? It is 1 lakh kilometer per hour. Okay, it is how much? 1 lakh kilometer per hour. അപ്പോൾ ഇവിടെ അതിൻ്റെ റീസൺ എന്താ? എർത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെർക്കുറി കുറച്ചും കൂടെ ക്ലോസസ്റ്റ് ആണ്. സോ അതിൻ്റെ സ്പീഡ് കൂടും. ആസ് എ ഡിസ്റ്റൻസ് ഇൻക്രീസസ് സ്പീഡ് ഓൾസോ ഡിക്രീസസ്. ബിക്കോസ് നമുക്കറിയാം ഈ കുറച്ചും കൂടെ റേഡിയസ് ആകുമ്പോൾ അത്രയും ദൂരം, അതായത് ഇത്രയും ടേൺ ചെയ്യുന്ന സമയത്ത് ആ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസും കുറവാണ്. സോ ഡെഫിനറ്റ്ലി സ്പീഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഹിയർ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ദാറ്റ് മേക്സ് സർക്കുലർ പാത്ത് around the sun. That is, all the planets are orbiting around the sun in a circular path because of that gravitational force of attraction. And this gravitational force of attraction is determined by the mass. As the mass increases, gravity increases. As the distance increases, this gravity decreases. Gravitational field strength decreases. അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് we can say the speed also. So the closest planetനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. മെർക്കുറിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. Okay, so please go through the session. If you have any doubt, you can message me, children. Thank you.